നമ്മളിന്ന് SCRTയുടെ IT എന്നുള്ള സബ്ജക്റ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റായ നെറ്റ്വർക്കിംഗ് എന്നുള്ള ടോപ്പിക്കിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കവർ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നാണ് നമുക്ക് ആദ്യം ഡെഫിനിഷനായിട്ട് പറയാം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് എന്താണ് ഇൻ്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. എല്ലാവർക്കും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്, മൊബൈൽ ഫോൺ, വാട്സപ്പ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഒന്ന് കണക്ട് ചെയ്യണം, ഒന്ന് ഹായ് അയക്കണം. ഇത് സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക, ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള മൊബൈൽ ഫോണിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഹായ് എന്ന് അയക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത്. നമ്മുടെ ഈ മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറുകളും എല്ലാം പരസ്പരം എന്തൊക്കെയോ ടെക്നോളജിയുടെ സഹായത്താൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ടാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ പോണ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്? രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ, പരസ്പരം രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടർ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്താൽ അവരുടെ ആ ഒരു ഇൻ്റർ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ആൻ ഇൻ്റർ കണക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ്. അതുകൊണ്ടല്ലേ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നോട്ട്സ് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, പിക്ചേഴ്സും അങ്ങനെ പല ഫയൽസും നമുക്ക് വീഡിയോസ്, പിക്ചേഴ്സ് അയച്ചു കൊടുക്കാം, മെസ്സേജസ് അയക്കാം. ഇതെല്ലാം ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ ഉള്ള കമ്പ്യൂട്ടറുകളുടെ പരസ്പരമുള്ള ഇൻ്റർ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമുക്കിവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആ പിക്ചറിനകത്ത് കണ്ടോ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. എത്ര കമ്പ്യൂട്ടറുണ്ട്? 4 കമ്പ്യൂട്ടറുണ്ട്. 3 കമ്പ്യൂട്ടറിന് മോണിറ്ററുണ്ട്, ഒരെണ്ണത്തിനകത്ത് മോണിറ്റർ ഇല്ല. പിന്നെ ഒരു പ്രിൻ്റർ കണക്റ്റുണ്ട്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷനുണ്ട്. നമുക്ക് കാണാം അവരുടെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവർ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ. ആ കണക്ഷൻ തമ്മിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് ഇത് ഈ പിക്ചറിനകത്ത് തന്നെ കാണാൻ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ ഈ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, DTP സെൻറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ കുറേ കമ്പ്യൂട്ടേഴ്സ്, ഒരു എക്സാമ്പിൾ പറയാൻ 10 കമ്പ്യൂട്ടറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കമ്പ്യൂട്ടറും നമുക്ക് അലോട്ട് ചെയ്ത കമ്പ്യൂട്ടർ നമ്മൾ ഇരിക്കും അല്ലേ. നമുക്ക് അതിൽ നിന്നൊരു പ്രിൻ്റ് എടുക്കണമെന്നിരിക്കട്ടെ, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രിൻ്റ് എവിടെയാണ് വരുന്നത്? നമ്മുടെ റിസപ്ഷനിലൊരു കമ്പ്യൂട്ടറാണ്, നമ്മൾ പലപ്പോഴും തന്നെ സെർവർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ. ആ കമ്പ്യൂട്ടറിനകത്തായിരിക്കും ആ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത പ്രിൻ്ററിനകത്തായിരിക്കും പ്രിൻ്റ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10 കമ്പ്യൂട്ടറുണ്ട്. 10 കമ്പ്യൂട്ടറിനോടും ഓരോ പ്രിൻ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പ്രിൻ്റർ മേടിക്കേണ്ട ആ നമ്മുടെ ഇൻ്റർനെറ്റ് കഫേയുടെ ഓണർ 10 പ്രിൻ്റർ വാങ്ങിച്ചാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പ്രിൻ്ററിന് ഒരു എക്സാമ്പിൾ, ഒരു ഏറ്റവും കുറഞ്ഞ് ഞാൻ പറയുകയാണ്, 2000 രൂപയാണെന്നിരിക്കട്ടെ. അതാണ് ഈ 10 ഡിഫറെൻറ്റ് പ്രിൻ്റർ മേടിക്കണമെങ്കിൽ അയാൾക്ക് എത്ര രൂപയാവും? 10 × 2000 20,000 രൂപ ചിലവാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും കാണുന്നതാണ് കഫേയിൽ അങ്ങനെ ഓരോ സിസ്റ്റത്തോടും പ്രിൻ്റർ ഇല്ല. ആ പ്രിൻ്റർ ഒരെണ്ണവേ ഉള്ളൂ, അത് റിസപ്ഷനിൽ ഇരിക്കുക അല്ലേ. അതെന്ത് ചെയ്തിരിക്കുകയാണ്, ഈ കമ്പ്യൂട്ടറുകളെല്ലാം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ഗുണം? 10 ഡിഫറെൻറ്റ് പ്രിൻ്റർ മേടിക്കുന്നതിന് പകരം എന്ത് ചെയ്തു, ഒറ്റ പ്രിൻ്റർ മേടിച്ചു. എന്തായാലും ലാഭം 20,000 രൂപയ്ക്ക് പകരം ഒരു പ്രിൻ്ററിൻ്റെ ചിലവല്ലേ വരുന്നുള്ളൂ. ഇത് തന്നെയാണ് ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മുടെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പോസിബിൾ ആക്കുന്നത് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഇൻ്റർ കണക്ഷൻ ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ പരസ്പരം നെറ്റ്വർക്കിലാകുക എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് അല്ലേ. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കേബിൾ ഉപയോഗിച്ച്, ഒരു വയർ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ വയർലെസ് ടെക്നോളജി, അതായത് നമുക്കറിയാലോ, നമ്മൾ ബ്ലൂടൂത്ത് വഴി മൊബൈൽ ഫോൺസ് കണക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും വൈഫൈ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വയർലെസ് ടെക്നോളജിയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും കേബിളുകൾ ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ കേബിളുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം സാധാരണ പലതരം കേബിളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ടൈപ്പ് ഓഫ് കേബിളാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വിളിക്കുന്ന ഒരു കേബിളാണ് നമ്മൾ കാണുന്നത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഇത് ഒരു തരം കേബിൾ മാത്രമാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. ഇതല്ലാതെയും കേബിളുകളുണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അല്ലാതെ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുണ്ട്,
അതുപോലെ തന്നെ കൊയാക്സിൽ എന്ന് പറയുന്ന കേബിളുണ്ട്. ഈ അൺഷീൽഡ് ടിസ്റ്റ് പെയർ കേബിളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ മറ്റു പല കേബിളുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും അല്ലേ? അപ്പം ഈ അൺഷീൽഡ് ടിസ്റ്റ് പേപ്പർ കേബിളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ UTP എന്നും പറയാറുണ്ട്. നമുക്ക് ആ പിക്ചറിനകത്ത് കാണാൻ പറ്റും. UTPയുടെ ഒരു പിക്ചർ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാം. അൺഷീൽഡ് ടിസ്റ്റ് പേപ്പർ കേബിൾ. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിനകത്ത് 8 വയറുണ്ട് ടോട്ടൽ അല്ലേ? അതിനകത്ത് ഓരോ 2 വയർ നമ്മൾ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ട്വിസ്റ്റ് ചെയ്തൊരു പെയർ ആക്കിയിരിക്കുകയാണ് അല്ലേ? അതാണ് അൺഷീൽഡ് ട്വിസ്റ്റ് പെയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എത്ര പേരുണ്ട്? 4 പേരുണ്ടോ അല്ലേ? അതിനകത്ത് തന്നെ കളർ ശ്രദ്ധിച്ചോ. ഓറഞ്ച്, അതിൻ്റെ ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ, അതായത് ഒരു കേബിളിൽ തന്നെ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്ത കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഓറഞ്ച് വൈറ്റ്, ബ്ലൂ വൈറ്റ്, ബ്രൗൺ വൈറ്റ്, ഗ്രീൻ വൈറ്റ്, ഇങ്ങനെ 4 കളർ കോമ്പിനേഷൻ. അതായത് ഓറഞ്ച് വൈറ്റും കൂടെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യും, ബ്ലൂ വൈറ്റും കൂടെ ട്വിസ്റ്റ് ചെയ്യും, ബ്രൗൺ വൈറ്റും കൂടെ ട്വിസ്റ്റ് ചെയ്യും, ഗ്രീൻ വൈറ്റും കൂടെ ട്വിസ്റ്റ് ചെയ്തായിരിക്കും ഈ കേബിൾ ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്തുവാ? UTP. എത്ര വയറാണ് അതിനകത്തുള്ളത്? 8 വയറാണല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യണം. പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കേബിൾ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ പേരാണ് UTP. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് പേര്. എത്ര വയറുണ്ട്? 8 വയറുണ്ട്. അത് ഓരോ 2 വയർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഈ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ കണക്ട് ചെയ്യണ്ടേ? നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ ടിവിയുടെ പുറകിൽ ഒരു വയറുണ്ടാകും അല്ലേ? ഈ വയർ കൊണ്ട് നമ്മൾ പ്ലഗിലേക്ക് കുത്തണമെങ്കിൽ ആ പ്ലഗിലേക്ക് കുത്തുന്നൊരു കണക്റ്റർ ഉണ്ടാകത്തില്ലേ? അല്ലാതെ വയർ അതുപോലെ കൊണ്ട് കുത്തുവോളാം അല്ല. അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചേ, വീട്ടിൽ അയൺ ബോക്സിൻ്റെ കണക്ട് ചെയ്തൊരു വയറുണ്ടാവും. വയറിൻ്റെ അറ്റത്ത് നമ്മൾ പ്ലഗിലേക്ക് കുത്താൻ്റെ കണക്ടർ പോയിന്റ് ഉണ്ടാകത്തില്ലേ? ഒരു 3 പിൻ എന്ന് പറയാം, 3 പിൻ അല്ലെങ്കിൽ 2 പിൻ കണക്ടർ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കണക്ടർ വേണം. ആ കണക്ടറിൻ്റെ പേരാണ് RJ എന്നാണ്. നിങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കണക്ടറാണ് RJ എന്ന് പറയുന്നത് 2 തരം RJ ഉണ്ട്. ഒന്ന് RJ45 എന്ന് പറയുന്നു, 2 കൂടുതലുണ്ട്. നമുക്കിപ്പോൾ പഠിക്കേണ്ട 2 എണ്ണമുള്ള RJ45 എന്നും മറ്റേത് RJ11 എന്നും പറയും. 2 പിക്ചർ ഇതെന്താ ചെയ്യുന്നത്? ഈ പിക്ചറിനകത്ത് കാണാം കണ്ടോ? ഈ RJ45 നമ്മൾ എന്ത് ചെയ്യും? ഈ കേബിളിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് അത് ഒരുമിച്ചാണ് എങ്ങോട്ടേക്ക് കൊണ്ട് കൊടുക്കുന്നത്? നമ്മുടെ സിസ്റ്റത്തിലേക്ക്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ അതിനൊരു പോയിന്റ് ഉണ്ട്. അതിനെ ലാൻഡ് പോർട്ട് എന്ന് വിളിക്കും. അവിടേക്ക് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് കൊണ്ടുപോയി കുത്തും അല്ലേ? അപ്പോൾ RJ 2 തരമുണ്ട്. ഒന്ന് RJ45 ആണ് നമ്മൾ എന്തിലേക്ക് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിനെയും അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് RJ45. RJ എന്നുള്ള വാക്കിൻ്റെ എക്സ്പാൻഷനാണ് രജിസ്റ്റേർഡ് ജാക്ക് എന്നാണ് RJ എന്നുള്ള വാക്കിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ UTP കേബിളിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടറിൻ്റെ പേരാണ് RJ കണക്ടർ എന്ന് പറയുന്നു. RJ എന്നുള്ള വാക്കിൻ്റെ എക്സ്പാൻഷൻ രജിസ്റ്റേർഡ് ജാക്ക് എന്നാണ്. സാധാരണ നമ്മൾ 2 തരം RJ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു RJ കണക്ടറിൻ്റെ പേര് RJ45 എന്നാണ്. നമുക്ക് അത് അവിടെ കാണാം. മറ്റേ RJയുടെ പേര് RJ11 ആണ്. ഈ 45 ആയിട്ട് നോക്കുമ്പം RJ11ൻ്റെ വിഡ്ത്ത് കുറച്ച് ചെറുതാണ്, വലിപ്പം കുറച്ച് ചെറുതാണ് RJ11. RJ45 ഈ 8 വയർ കണക്ട് ചെയ്യാൻ 8 പിന്നുണ്ട്, കണക്റ്റേഴ്സ് ഉണ്ടാകും. RJ11 ഒരു 4 കണക്ടർ, ചില RJ കണക്റ്റേഴ്സ് 2 കണക്റ്റേഴ്സോളം ഉണ്ട്. 4ഉം 2ഉം ആയിട്ടുള്ള കണക്റ്റേഴ്സ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ തമ്മിൽ 2 കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കേബിൾ വേണമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളിൻ്റെ പേര് UTP എന്നാണ്. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ്. ഈ കേബിളിൻ്റെ അറ്റം കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു കണക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആ കണക്ടറിനെ വിളിക്കുന്ന പേരാണ് RJ കണക്ടർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ജാക്ക് കണക്ടർ എന്ന് പറയുന്നു. 2 തരം RJ കണക്ടേഴ്സ് ഉണ്ട്. ഒന്നിൻ്റെ പേര് RJ45 എന്നും മറ്റേതിൻ്റെ പേര് RJ11 എന്നുമാണ്. നമ്മൾ സിസ്റ്റത്തിലേക്ക് UTP കേബിളിനെ കണക്ട് ചെയ്യാൻ RJ45ഉം, സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. നമ്മുടെ ടെലിഫോണിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ RJ11ഉമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ RJ കണക്ടർ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു കേബിൾ എന്തായിരുന്നു? ആ പെയർ പോലെ ഇങ്ങനെ വയർ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുക അല്ലേ? നമ്മൾ കണക്ടർ കൊണ്ടുപോകുന്നതിൻ്റെ അറ്റത്തേക്ക് വെച്ചിട്ടല്ലേ നമ്മൾ അതിനെ എന്തിലേക്ക് കൊണ്ടുപോകുന്നത്?
അതായത് കണക്ടർ കൊണ്ടുവന്ന് ഈ കേബിളിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്തിലേക്ക് വയ്ക്കുന്നത്, കമ്പ്യൂട്ടറിലേക്ക് കുത്തുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ കണക്ടർ കേബിളിനകത്തേക്ക് കൊണ്ട് കണക്ട് ചെയ്യും? അതിനാണ് നമ്മൾ പറയുന്നത് ക്രിമ്പിങ് എന്ന് പറയുന്നത്. RJ കണക്ടർ ഈ കേബിളിൻ്റെ എൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ക്രിമ്പിങ് എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരുണ്ട് ക്രിമ്പിങ് ടൂൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രിമ്പിങ് ടൂളിൻ്റെ. അപ്പോൾ എന്താ ക്രിമ്പിങ് ടൂൾ? ക്രിമ്പിങ് ടൂൾ എന്ന് പറയുന്ന ടൂളിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ക്രിമ്പിങ് നടത്തുന്നത്. എന്താ ക്രിമ്പിങ്? ഇത് എവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. RJ45 കണക്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ നെറ്റ്വർക്ക് കേബിൾ. ഒരു നെറ്റ്വർക്ക് കേബിളിൻ്റെ എൻഡിലേക്ക് RJ കണക്ടേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ക്രിമ്പിങ് എന്നും അതിനെ നമ്മളെ സഹായിക്കുന്ന ടൂളിനെ വിളിക്കുന്ന പേരാണ് ക്രിമ്പിങ് ടൂൾ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? RJ കണക്ടേഴ്സ് നമുക്ക് കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുന്ന കേബിളിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിമ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞുള്ളൂ. ദ പ്രോസസ് ഓഫ് അറ്റാച്ചിങ് ദ RJ കണക്ടേഴ്സ് ടു ദ UTP കേബിൾ. ഒരു UTP കേബിളിലേക്ക് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ RJ കണക്ടർ കൊണ്ട് വെക്കുന്ന, എന്നിട്ട് അത് ഫിക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രിമ്പിങ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. RJ എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റേർഡ് ചാനൽ. എത്ര RJ കണക്ടർ ഉണ്ട്? RJ11 ഉണ്ട്, RJ45 ഉണ്ട്. ടെലിഫോൺ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന RJ കണക്ടർ. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കി, ദ RJ കണക്ടേഴ്സ് യൂസ്ഡ് ഇൻ ടെലിഫോൺ ലൈൻസ് RJ11. മറ്റേതേതാ? RJ45. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനാണ് അല്ലേ. ദെൻ UTP സ്റ്റാൻഡ്സ് ഫോർ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്നാണ് UTPയുടെ പേര്. ഓക്കെ, താങ്ക് യു.